പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമം ഈ പ്രഭാതത്തിൽ ഉയർത്തപ്പെടുമാറാകട്ടെ. രാവിലെ സൂം പ്രയറിലൂടെ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ വന്യപരിശുദ്ധ നാമത്തിലുള്ള ക്രിസ്തീയ പ്രഭാത വന്ദനങ്ങൾ അറിയിക്കുന്നു. പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കുവാൻ കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളം സഹായിക്കട്ടെ. രാവിലത്തെ മധ്യസ്ഥ പ്രാർത്ഥന കഴിഞ്ഞ് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിലും പരസ്പരം ഓർക്കുവാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഒരു ചെറിയ ദൈവവചന ഭാഗം നിങ്ങളുമായി രാവിലെ പങ്കുവെക്കാൻ കർത്താവിൽ ശരണപ്പെടുന്നു. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം നമുക്ക് ശ്രദ്ധിക്കാം. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം. ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കും എന്ന് പറഞ്ഞു. സ്തോത്രം. ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കും എന്ന് പറഞ്ഞു. ഇതാരാണ് പറഞ്ഞത്? സ്തോത്രം. ഇത് പറഞ്ഞത് കർത്താവായ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർ എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ 12 അപ്പന്മാരാണ് ഈ വാക്കുകൾ ഇങ്ങനെ അവർ പറയാനൊരു പശ്ചാത്തലം ഉണ്ടായി. പശ്ചാത്തലം 1-ാം നൂറ്റാണ്ടിലെ സഭയായ യെരുശലേം സഭയിൽ ഒരു ചെറിയ പ്രതിസന്ധി ഉണ്ടായി, അല്ലെങ്കിൽ ഒരു ചെറിയ പ്രശ്നം. ആ പ്രശ്നം മറ്റൊന്നുമല്ല, 1-ാം നൂറ്റാണ്ടിൽ ശിഷ്യന്മാർ പെരുകി വന്നപ്പോൾ ദിനംപ്രതിയുള്ള അവരുടെ ശുശ്രൂഷകളിൽ തങ്ങളുടെ വിധവമാരെ വേണ്ട രീതിയിൽ പരിഗണിച്ചില്ല എന്നുള്ള ഒരു ചെറിയ പ്രതിസന്ധി എബ്രായ ഭാഷക്കാരും യവനായ ഭാഷക്കാരും തമ്മിൽ ഉണ്ടായി. സ്തോത്രം. ഒന്നുകൂടെ ഇറങ്ങി പറഞ്ഞാൽ, യവനായ ഭാഷക്കാരും എബ്രായ ഭാഷക്കാരും അടങ്ങുന്നതാണ് യെരുശലേം സഭ. അപ്പോൾ എല്ലാ ദിവസവും അവിടെ നടക്കുന്ന മേശമേലുള്ള ഒരു ശുശ്രൂഷയുണ്ട്. എന്ന് പറഞ്ഞാൽ ഭക്ഷണ ശുശ്രൂഷയായിരിക്കാനാണ് സാധ്യത. ആ ശുശ്രൂഷയിൽ യവനായ ഭാഷക്കാരുടെ വിധവമാരെ അവർക്ക് കൊടുക്കുന്നതിൽ വേണ്ട രീതിയിൽ എബ്രായ ഭാഷക്കാർ ശ്രദ്ധിച്ചില്ല എന്നൊരു പിറുപിറുപ്പ് ഈ യവനായ ഭാഷക്കാർ എബ്രായ ഭാഷക്കാർക്ക് നേരിട്ടായി. ചുരുക്കം പറഞ്ഞ ആ ഒരു വിഷയം മതി സ്ഥലം സഭയ്ക്കകത്ത് ഒരു പ്രശ്നം ഉണ്ടാകാൻ. സ്തോത്രം. അപ്പോൾ സഭയ്ക്കകത്ത് ഐക്യതയ്ക്ക് കോട്ടം വരുത്തുന്ന ഒരു വിഷയം ഇവിടെ നിലവിൽ വരികയാണ്. സ്വാഭാവികമായും ഈ സഭയുടെ മെയിൻ പാസ്റ്ററായിട്ടിരിക്കുന്നത് പത്രോസ് അടങ്ങുന്ന സംഘമാണ്. പത്രോസാണ് പന്തിരുവരിൽ പ്രധാനി. മെയിൻ പാസ് പത്രോസാണ്. അപ്പോൾ ഈ വിഷയം, ഈ പെറുപിറുപ്പ്, ഈ വിഷയം പത്രോസിന്റെ കാതിലെത്തി. ഈ ശിഷ്യന്മാരായ 12 പേരുടെയും അപ്പോസ്തലന്മാരുടെ കാതിലെത്തി. ഈ വിഷയത്തോടുള്ള, നിലവിലുള്ള ഈ പ്രശ്നത്തോടുള്ള അവരുടെ പ്രതികരണമാണ് നമ്മൾ ഇപ്പോൾ വായിച്ചത്. അവര് പറഞ്ഞു, ഞങ്ങൾക്ക് ഈ ദിനംപ്രതിയുള്ള മേശമേൽ ശുശ്രൂഷകൾ അല്ലെങ്കിൽ ഭക്ഷണ വിഷയങ്ങളൊന്നും ഇറങ്ങി നടന്ന് വിളമ്പാനും പറ്റുകയില്ല, അതിനെ മേൽനോട്ടം വഹിക്കാനൊന്നും ഞങ്ങൾക്ക് സമയമില്ല. സ്തോത്രം. അതുകൊണ്ട് ആത്മാവും ജ്ഞാനവും നിറഞ്ഞ ഒരു 7 പേരെ നിങ്ങൾ തന്നെ എന്ത് ചെയ്യണം?
നിങ്ങൾ തന്നെ തിരഞ്ഞെടുത്തുകൊള്ളുവിൻ, അവരെ നമുക്ക് ഈ വേലയ്ക്ക് എന്ത് ചെയ്യാം, ഏൽപ്പിക്കാം. അപ്പോൾ എബ്രായ ഭാഷക്കാര് യവനായ ഭാഷക്കാരെ അവരുടെ വിധവമാരെ പരിഗണിച്ചില്ലെന്നുള്ള വിഷയം അവിടെ തീരും. കാരണം ഇനി മേശമേൽ ശുശ്രൂഷയുടെ മേൽനോട്ടം അത് വിളമ്പുന്നത് എബ്രായ ഭാഷക്കാരല്ല, പിന്നെ ഞങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആത്മാവും സാക്ഷ്യവും ജ്ഞാനവുമുള്ള ഈ 7 പേരായിരിക്കും. സ്തോത്രം എന്ന് പറഞ്ഞ് ആ വിഷയത്തിനൊരു പരിഹാരം ശിഷ്യന്മാർ വരുത്തി. അനന്തരം ശിഷ്യന്മാർ പറയുകയാണ്, പത്രോസ് അടങ്ങുന്ന സംഘം പറയുകയാണ്, ഞങ്ങൾ എന്ത് ചെയ്യും, ഞങ്ങൾ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഒറ്റിരിക്കും. പ്രിയരെ, പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രം പ്രാർത്ഥനയിൽ നിന്ന്, വചന ശുശ്രൂഷയിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധ എത്രത്തോളം മാറ്റാൻ കഴിയുമോ അത്രത്തോളം മാറ്റുക എന്നുള്ളതാണ്. സ്തോത്രം. ഒരു ദിവസം വചനം ധ്യാനിക്കേണ്ടത് രാവിലും പകലും വചനം ധ്യാനിക്കണമെന്ന് യോശുവയോട് പറഞ്ഞു. ഒരു ദിവസം പ്രാർത്ഥിക്കേണ്ടത്, സ്തോത്രം, ഇതിന്റെ കോൺസെൻട്രേഷൻ മാറ്റുക. പ്രാർത്ഥന എന്ന് പറയുമ്പോൾ പ്രാർത്ഥനയ്ക്ക് പല രീതിയിലുണ്ട്. ശ്രദ്ധയോടെ പ്രാർത്ഥിക്കണമെന്നാണ്. പ്രാർത്ഥനയിൽ ശ്രദ്ധ വേണം, ഏകാഗ്രത വേണം. ചില പ്രാർത്ഥിക്കാനിരുന്നാൽ അവരുടെ മനസ്സ് വേറെ എങ്ങോവാണ്. പിന്നെ പ്രാർത്ഥിച്ചെന്നൊരു ബോധം വരുത്താൻ, അല്ലെങ്കിൽ തന്നെ ബോധിപ്പിക്കാൻ വേണ്ടി ഒരു പ്രാർത്ഥന നടത്തുന്നുള്ളൂ, അതുകൊണ്ടൊന്നും കാര്യമില്ല. സ്തോത്രം. പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നവർ ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കണം. അത് 5 മിനിറ്റ് ആണെങ്കിലും 10 മിനിറ്റ് ആണെങ്കിലും 1 മണിക്കൂർ ആണെങ്കിലും 2 മണിക്കൂർ ആണെങ്കിലും. സ്തോത്രം. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു താക്കോലാണ്. സ്തോത്രം. നിങ്ങൾ നോക്കിയ ഈ ശിഷ്യന്മാര് 12 പേരെ നിങ്ങൾ നോക്കി, ഇവരെ സുവിശേഷങ്ങളിൽ ഒരിടത്ത് പോലും പ്രാർത്ഥിച്ചതായിട്ട് ഇവരെ കുറിച്ച് പറയുന്നില്ല. എവിടെയെങ്കിലും പ്രാർത്ഥിച്ചായിട്ട് പറയുന്നുണ്ട്? ഇവരൊരിക്കൽ കർത്താവിനോട് വന്ന് പറഞ്ഞു, ഗുരു, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ എന്ത് ചെയ്യണം, പഠിപ്പിക്കണം. എവിടെ? ലൂക്കോസ് 11 ആദ്യത്തെ 4 വാക്യങ്ങൾ. യേശു വരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നുണ്ട്. ചോദിച്ചു വാങ്ങിച്ചു പ്രാർത്ഥന പഠിച്ച ശിഷ്യന്മാരായ ഇവര്. പക്ഷേ ഇവരുടെ ആവേശമൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും, ഓ, ചോദിച്ചു വാങ്ങിച്ച് പ്രാർത്ഥന പഠിച്ചത്. ചോദിച്ചു വാങ്ങിച്ച് പ്രാർത്ഥന പഠിച്ച ഈ ശിഷ്യന്മാർ പ്രാർത്ഥിക്കാൻ പോയിടത്തെല്ലാം ഇരുന്ന്, നാടൻ ഭാഷയിൽ പറഞ്ഞ കുത്തിയിരുന്ന് ഉറങ്ങുമായിരുന്നു. നിങ്ങളെ ഗതസമനത്തോട്ടത്തിൽ യേശു പ്രാണവേദനയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഇവരുറക്കുക. മറുരൂപമലയിൽ ന്യായപ്രമാണ പ്രതിനിധിയായ മോശയും പ്രവാചക പ്രതിനിധിയായ ഏലിയാവും വന്നിട്ടും ഈ ശിഷ്യന്മാരുറക്കമായിരുന്നു. പ്രാർത്ഥനയുടെ ബോർഡ് കണ്ടാൽ ഉറങ്ങുന്നവരാണ് ഇവർ. ഇവരൊരിടത്തും പ്രാർത്ഥിച്ചതായി തിരുവെടുത്ത് രേഖപ്പെടുത്തുന്നില്ല. പ്രത്യേകിച്ച് സുവിശേഷങ്ങൾ ശിഷ്യന്മാരുടെ കൂടെ ഇരുന്ന് യേശു പ്രാർത്ഥിച്ചതായിട്ട് ഒരിടത്തും പറയുന്നില്ല. പ്രാർത്ഥനയിൽ വളരെ പുറകിലായിരുന്നു ഇവർ. എന്ന് പറഞ്ഞാൽ നല്ലൊരു പ്രാർത്ഥനയുടെ അന്തരീക്ഷം ഇവരുടെ ലൈഫിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തിയിലോട്ട് നോക്കിയ പ്രിയരെ, സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 40 മുതൽ 42 വരെയുള്ള വാക്യങ്ങളിൽ അവർ അപ്പം നുറക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, 9-ാം മണി നേരത്ത് പത്രോസും യോഹന്നാനും പ്രാർത്ഥനാ സ്ഥലത്തേക്ക് പോകുന്നു. 4-ാം അധ്യായത്തിന്റെ 30-31 വരുമ്പോൾ അവർ ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സ്ഥലം കുലുങ്ങി. 6-ാം അധ്യായത്തിൽ ഇപ്പൊ അവർ പറയുന്നു, ഞങ്ങൾ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും മുറ്റിരിക്കും. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം നിങ്ങൾ വായിച്ചാൽ 1-ാം നൂറ്റാണ്ടിലെ സഭ, വിശേഷിച്ച് ശിഷ്യന്മാർ, പ്രാർത്ഥനയിൽ അധികം സമയം ചെലവഴിക്കുന്ന, പ്രാർത്ഥനയിൽ കരശാലിത്വമുള്ളവരായിരുന്നു. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? എണ്ണിക്കൂടാത്ത അത്ഭുതങ്ങൾ അവരുടെ ഇടയിൽ സംഭവിച്ചു. ഞാൻ നിങ്ങളോട് ആത്മാവിൽ പറയുന്നു, നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ തലമുറയിൽ, നിങ്ങളുടെ ബിസിനസ്സിൽ
അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നതാണ് പ്രാർത്ഥന. സ്തോത്രം. പ്രാർത്ഥനയെ കുറിച്ച് പഠിച്ചാൽ യഹൂദന്മാരുടെ ഒരു സിസ്റ്റം അനുസരിച്ച് അവർക്ക് പ്രാർത്ഥിക്കുന്നതിന് സമയമുണ്ടായിരുന്നു, നേരമുണ്ടായിരുന്നു. സ്തോത്രം. അതുകൊണ്ടാണല്ലോ ഈ അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ 9-ാം മണി നേരം പ്രാർത്ഥനാ സ്ഥലത്തേക്ക് പോയത്. ഈ യഹൂദന്മാർക്ക് പ്രാർത്ഥിക്കുന്നതിന് ഒരു സമയമൊക്കെ ഉണ്ടായിരുന്നു, 9-ാം മണി നേരം. അതുകൊണ്ടാണല്ലോ ദാവീദ് കാലത്തും ഉച്ചയ്ക്കും വൈകുന്നേരത്തും 3 നേരം പ്രാർത്ഥിക്കും. അതവരുടെ സമയമാണ് യഹൂദന്റെ. ദാനിയേലും ദിവസം 3 നേരം യെരൂശലേമിന് നേരെ കിളിവാതിൽ തുറന്നിട്ട് പ്രാർത്ഥിക്കുന്നതാണ്. അപ്പൊ യഹൂദനൊരു സമയമുണ്ട്. മുസ്ലിങ്ങള് അവർ 5 നേരം പ്രാർത്ഥിക്കും, അവർക്ക് സമയമുണ്ട്. ഒരേ പ്രാർത്ഥന തന്നെ 5 നേരം അവർ പ്രാർത്ഥിക്കും. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് കാലവുമില്ല, നേരവുമില്ല, സമയമില്ല. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നത്, ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കും, അതിനായി ജാഗരിച്ചുകൊണ്ട്. കണ്ടോ? സ്തോത്രം. നമ്മൾ ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കണം. അതിനുവേണ്ടി ജാഗരിക്കണം. കർത്താവായ യേശുക്രിസ്തു പ്രാർത്ഥനയെ കുറിച്ച് പറയുമ്പോൾ തന്റെ മഹത്വ പ്രത്യക്ഷതയുമായി ബന്ധപ്പെട്ട് മഹാപീഡനകാലത്തെ ഭക്തന്മാരുടെ പ്രാർത്ഥനയെ കുറിച്ച് പറയുമ്പോൾ കർത്താവ് ഉപയോഗിച്ചിരിക്കുന്ന പദം സദാസമയത്തും പ്രാർത്ഥനയിൽ ഉണർന്നിരിപ്പാനാ പറയുന്നത്. അപ്പൊ പ്രാർത്ഥനയ്ക്ക് കാലമില്ല, നേരമില്ല, സമയമില്ല. ഒരു ഭക്തൻ എപ്പോഴും ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, സദാസമയത്തും ഉണർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് ആത്മാവിൽ പറയുന്നു, നിങ്ങളുടെ വീടിനകത്ത് ദൈവപ്രവൃത്തി ഉണ്ടാകാത്തതിന് മറ്റുള്ളവരെ പഴിചാരണ്ട. പ്രാർത്ഥന ആർക്കെങ്കിലും കൊട്ടേഷൻ കൊടുത്തിട്ടിരിക്കണ്ട. പിന്നെ നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങണം. ഡ്യൂറേഷൻ വർദ്ധിപ്പിക്കണം പ്രാർത്ഥനയിൽ. ഇന്നലെ ഒരാൾ എന്നോട് ചോദിച്ചു, ഇത്ര മണിക്കൂർ പ്രാർത്ഥിക്കണമെന്നുണ്ടോ, അതോ 5 മിനിറ്റ് 10 മിനിറ്റ് പ്രാർത്ഥിക്കുന്നതിനകത്ത് ആ 10 മിനിറ്റ് ഹൃദയം പകർന്നാൽ മതിയോ? ഞാൻ പറഞ്ഞു, അങ്ങനെയല്ല. എത്ര മണിക്കൂറുകൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാമോ അത്ര മണിക്കൂർ നിങ്ങൾ പ്രാർത്ഥിച്ചു, നിങ്ങൾക്ക് ദൈവശക്തി ആർജിക്കാൻ കഴിയും. എന്തോ ഒരു 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 ബാധ്യത പോലെയാണ് ആർക്കൊക്കെ പ്രാർത്ഥന, എന്തോ ഒരു ബാധ്യത പോലെയാണ്, നിർബന്ധത്താൽ ചെയ്യുന്നത് പോലെയാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാൾ നിങ്ങൾക്കൊരു മെസ്സേജ് അയച്ചാൽ, നിങ്ങൾ ആ മെസ്സേജ് അദ്ദേഹം അയക്കുമെന്ന് അറിയാം, പക്ഷെ അയച്ചിട്ടില്ല. നിങ്ങൾ എത്ര പ്രാവശ്യം വാട്സപ്പ് ഓപ്പൺ ആക്കി നോക്കും, അദ്ദേഹം അയച്ചോ, നോട്ടിഫിക്കേഷൻ വന്നോ? കാരണം അദ്ദേഹത്തോടുള്ള ഇഷ്ടം, അദ്ദേഹത്തോടുള്ള ആ അകമഴിഞ്ഞ സ്നേഹമാണ് നിങ്ങളെ ആ മെസ്സേജ് വായിക്കാൻ. സ്തോത്രം. അല്ലെങ്കിൽ ആ മെസ്സേജ് അദ്ദേഹം അയച്ചാൽ നിങ്ങൾ എത്ര പ്രാവശ്യം എടുത്തു നോക്കും, ഇനി ഞാൻ അതിനകത്തൊന്ന് ശ്രദ്ധിക്കാതെ ഒരു വരിയുണ്ടോ, എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ? ഇതുപോലെ നിങ്ങൾ സേവിക്കുന്ന ദൈവത്തോടുള്ള നിങ്ങളുടെ അകമഴിഞ്ഞ ബന്ധം, ദൈവത്തോടുള്ള ആ ഇഷ്ടമാണ് നിങ്ങൾക്ക് പ്രാർത്ഥനയിൽ നിങ്ങൾ സമയം കൂടുതൽ ചെലവഴിക്കും. അവന്റെ ശബ്ദം കേൾക്കാൻ നിങ്ങൾ തിരുവഴുത്തുകൾ വായിക്കും. അപ്പൻ മകൻ ബന്ധത്തിലേക്ക്, പുത്രത്വത്തിലേക്ക് എത്തിയവന് മാത്രമേ അപ്പനോട് സംസാരിക്കാൻ ഇഷ്ടമുണ്ടാകൂ. അല്ലാത്തവർക്ക് അധികം സംസാരിക്കാൻ കഴിഞ്ഞെന്ന് വരത്തില്ല. ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ ഒരു ഔപചാരികതകളും വേണ്ട. നിങ്ങൾക്ക് കരയണമെങ്കിൽ കരയാം, നിങ്ങൾക്ക് ഏത് ഭാഷയിലും നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. ചില ആളുകൾക്ക് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ അവര് സ്ഥിരം ഉപയോഗിക്കുന്ന ആദ്യത്തെ ഒരു ലൈനുണ്ട്, നിത്യനായ ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ എന്നൊക്കെ. അത് കിട്ടിയില്ലേ പോയി മൊത്തം. അത് കുറെ ഔപചാരികതകളുള്ള പ്രാർത്ഥനയാണ്.
നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ നിങ്ങളുടെ അപ്പനോട് ഔപചാരികതയിലാണോ സംസാരിക്കുന്നത്? കൂളായിട്ട് എന്നതുപോലെ പുത്രത്വത്തിൽ നിന്ന് പിതാവിനോട് പിതാവാണെന്നുള്ള ബഹുമാനം കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുക. സ്തോത്രം. നിങ്ങൾ പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കുക. ഞാൻ സാധാരണ പറയാറുണ്ട്, ഈ ക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ നിൽക്കുമ്പോൾ കാര്യം തീർക്കുന്ന നാളിൽ കൈകൾ ബലപ്പെടുമോ എന്ന് എഗസ്കേൽ പ്രവചനത്തിലാണ് ചോദിക്കുന്നത്. അവിടെ പരിശോധിക്കപ്പെടുമ്പോൾ നമ്മുടെ സമയം നമ്മൾ ദൈവത്തിന് കൊടുത്തോ എന്ന് പരിശോധിക്കപ്പെടും. പലത് പരിശോധിക്കുന്നുണ്ട്. അതിലൊന്നായി ഇത്. 24 മണിക്കൂർ ദൈവം നിനക്ക് തരുമ്പോൾ കുറഞ്ഞത് 2 മണിക്കൂർ 40 മിനിറ്റ്, അതാണ് കൃത്യം സമയത്തിന്റെ ദശാംശം. നിങ്ങൾ ദൈവസന്നിധി കൊടുത്തോ എന്ന് അവിടെ പരിശോധിക്കപ്പെടും. നിങ്ങളുടെ പേഴ്സണൽ പ്രാർത്ഥനയിൽ എല്ലാ ദിവസവും ടൈം ടേബിൾ പ്രകാരം ഒരു 2 മണിക്കൂറെങ്കിലും പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? അതോ പ്രാർത്ഥനയിൽ നിന്ന് നിങ്ങളെ വലിച്ചുകൊണ്ടും പോകുന്ന തിരക്കുകൾ വരുന്നെങ്കിൽ, എത്ര പേർക്ക് പത്രോസിനെ പോലെ ഈ അപ്പോസ്തലന്മാരെ പോലെ പറയാൻ കഴിയും, ഞങ്ങൾ ആ തിരക്കുകളിലേക്കില്ല, ഞങ്ങൾ ആ വിഷയങ്ങളിലേക്കില്ല, ഞങ്ങളെ പ്രാർത്ഥനയും വചന ശുശ്രൂഷയും അതെ മൂടുന്ന അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു വിഷയങ്ങളിലേക്ക് ഞങ്ങളില്ല. പ്രയോറിറ്റി ഞങ്ങൾ ലൈഫിൽ കൊടുക്കുന്നത് പ്രാർത്ഥനയ്ക്കും വചന ശുശ്രൂഷയ്ക്കുമായിരിക്കും. നിങ്ങൾ നോക്കിയേ, പ്രാർത്ഥനയ്ക്കും വചന ശുശ്രൂഷയ്ക്കും പ്രാധാന്യം കൊടുത്തത് കൊണ്ടാണ് അപ്പോസ്തലന്മാരിലൂടെ വലിയ രോഗസൗഖ്യങ്ങൾ, മരിച്ചവരെ എഴുന്നേൽപ്പിക്കുന്ന അത്ഭുതങ്ങൾ, മുടന്തന്മാർ തുള്ളിയത്, പക്ഷവാത രോഗികളെ സൗഖ്യമാക്കിയത്, അവരോട് ചെറിയ നുണ പോലും പറഞ്ഞ ആളുകൾ ശവപ്പെട്ടിയിലേക്ക് കയറിയത് അവരുടെ പ്രാർത്ഥനാ ജീവിതമാണ്. ഇന്ന് രാവിലെ പ്രാർത്ഥിക്കുന്നവൻ തോക്കുകയില്ല, പരാജയപ്പെടുകയില്ല. ചിലപ്പോൾ നിന്റെ മറുപടിക്ക് അല്പം കാലതാമസം ഉണ്ടായേക്കാം, പക്ഷേ അത് വരും നിശ്ചയം. കാരണം പ്രാർത്ഥന ദൈവസന്നിധിയെ ചലിപ്പിക്കുന്ന ഒരു താക്കോലാണ്. സ്തോത്രം. ഇന്ന് രാവിലെ സമയം ഒരു ചലഞ്ച് എത്ര പേർക്ക് ഏറ്റെടുക്കാൻ കഴിയുന്നുണ്ട്? പ്രാർത്ഥിക്കാൻ ദൈവസന്നിധിയിൽ സമയം കൂടുതൽ ചെലവഴിക്കുക. ഇന്നലെ പ്രാർത്ഥിച്ചതിനേക്കാൾ ഇന്ന് നിങ്ങൾ 10 മിനിറ്റ് കൂടുതൽ ഇന്ന് പ്രാർത്ഥിച്ചതിനേക്കാൾ 15 മിനിറ്റ് നാളെ നിങ്ങൾ രാവിലെ സമയം മുതൽ നിങ്ങൾ എക്സസൈസ് ആയിട്ട് മിറക്കിൾസുകൾ ഉണ്ടാകും. ഇനി ഞാൻ നിങ്ങളോട് ഒരു കാര്യം കൂടെ പറയാം. ബുദ്ധിയിൽ നിങ്ങൾക്ക് ഒരിക്കലും പ്രാർത്ഥനയിൽ ഡ്യൂറേഷൻ വർദ്ധിപ്പിക്കാൻ പറ്റുകയില്ല. നാളെ മുതൽ ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നാൽ കഴിയില്ല. പ്രാർത്ഥിക്കാൻ അല്പം കഴിയുമ്പോൾ വാക്കുകൾ കിട്ടത്തില്ല, ശരീരം ചൂടും, മനസ്സ് വേങ്ങുമോ. പ്രാർത്ഥനയിൽ ഒരല്പം പോലും, സ്തോത്രം, പ്രാർത്ഥിക്കാതിരുന്ന ശിഷ്യന്മാർ, സുവിശേഷങ്ങൾ 4 പരിശോധിച്ചു, ഒരല്പം പോലും പ്രാർത്ഥനയിൽ വർദ്ധിക്കാത്ത ശിഷ്യന്മാർ അപ്പോസ്തല പ്രവൃത്തിയിൽ പ്രാർത്ഥനയിൽ ശക്തന്മാരായി തീർന്നതിന്റെ കാരണം, ഒറ്റ കാരണം. പത്രോസിനോട് ചോദിക്കേ, എന്താണ് പത്രോസ് നിങ്ങൾ ഇത്രയും കരുത്തന്മാരായി പ്രാർത്ഥനയിൽ തീർന്നത്? പത്രോസിന് ഞങ്ങളുടെ മേൽ വന്നു, അവൻ ഞങ്ങളുടെ പ്രാർത്ഥനയുടെ തല മാറ്റി. സ്തോത്രം. ഇന്ന് രാവിലെ നിങ്ങൾക്ക് പ്രാർത്ഥനയിൽ വർദ്ധിക്കണമെങ്കിൽ ഒറ്റ മാർഗമേ ഉള്ളൂ, പരിശുദ്ധാത്മാവുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, പരിശുദ്ധാത്മാവുമായി ബന്ധപ്പെടുക. സ്തോത്രം. പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും. അവൻ നിങ്ങൾക്ക് വേണ്ടിയാണ് വന്നിരിക്കുന്നത്, അവൻ നിങ്ങളെ സഹായിക്കാനാണ് വന്നിരിക്കുന്നത്. വാ തുറന്ന് നിങ്ങൾ ചോദിക്കുക, പരിശുദ്ധാത്മാവെ കൂടുതൽ പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിച്ചു തുടങ്ങുക. പ്രാർത്ഥന ശ്വാസവുമായി തീരും, പ്രാർത്ഥന നിങ്ങളുടെ പ്രാണവായുവായി തീരും. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ മറ്റാരുടെയും കെയർ ഓഫ് ഇല്ലാതെ, ഒരാളുടെയും ഒരു സ്പെഷ്യലിസ്റ്റുകളുടെയും ആദ്യ ഫോൺ നമ്പറുകൾ നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾക്ക് വേണ്ട. പകരം നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് മിറക്കിൾസുകൾ, നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. അതിനായി നിങ്ങൾ പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധം പുതുക്കുക, പരിശുദ്ധാത്മാവിലേക്ക് നിങ്ങൾ മടങ്ങി വരിക എന്ന ആഹ്വാനത്തോടെ ഈ വചന ചിന്തയിൽ നിന്ന് വിരമിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി തലകൾ വണക്കാം, കണ്ണുകൾ മൂടാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ,
മനോഹരമായ നല്ല പ്രഭാതത്തിനായി സ്തോത്രം. ഈ പ്രിയപ്പെട്ടവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാവിലെ മുതൽ ഇവർ പ്രാർത്ഥനയിൽ ഒന്ന് വർദ്ധിച്ചു വരുവാൻ, പ്രാർത്ഥന കൊണ്ട് ഇവരുടെ വീടിനകത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ, പ്രാർത്ഥനയിൽ കരശാലികളായി തീരുവാൻ അങ്ങ് ഇവരെ സഹായിക്കണം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം ചൊല്ലി ഞാൻ ഇവരെ അനുഗ്രഹിക്കും. ഇവരുടെ ലൈഫിന്റെ അറ്റ്മോസ്ഫിയർ ചേഞ്ച് ആകട്ടെ കർത്താവ്. ഇന്ന് പകൽ ഇവരുടെ ലൈഫിൽ വലിയ വിടുതൽ ഉണ്ടാകണം. പ്രാർത്ഥിക്കാനുള്ള ഒരു ആവേശം അവരുടെ അകത്ത് പകരണം. പ്രാർത്ഥനയുടെ ആത്മാവിനെ കൈമാറണം. ഞാൻ ഇവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കും. മഹത്വം കർത്താവ് എടുക്കും യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് പ്രാർത്ഥന യാചനയും കേട്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. പിതൃപുത്ര പരിശുദ്ധാത്മാകാം ത്രിയേക ദൈവത്തിന്റെ കൃപയും സമാധാനങ്ങളും ആശീർവാദം പ്രാർത്ഥിച്ച വിഷയങ്ങളോടും കേട്ട ദൈവവചനത്തോടും പിരിയുന്ന നാം ഓരോരുത്തരും ദൂരത്തും ചാരത്തുമുള്ള എല്ലാ വിശുദ്ധന്മാരോടും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിന് ഏക പ്രത്യക്ഷവരെ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകിയ പിതാവിനെ ശക്തിയോടെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. എല്ലാവർക്കും സമാധാനം, വന്ദനം. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കുവാൻ നിങ്ങളൊരു ചലഞ്ച് ഏറ്റെടുക്കുക. പ്രാർത്ഥിച്ച് അത്ഭുതങ്ങളെ സൃഷ്ടിക്കുക. ഗോഡ് ബ്ലെസ് യു.